പൈനിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RPFന്റെ എക്സാം പാറ്റേൺ അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയൊക്കെയാണെന്നാണ്. നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിളിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് മെട്രിക്കുലേഷൻ ആണ്. 10th ആണ് കോൺസ്റ്റബിളിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ആണ്, ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് സബ് ഇൻസ്പെക്ടർക്ക്. ഓക്കെ, ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിളിന് 18 മുതൽ 25 വയസ്സ് വരെയാണ്. 18 മുതൽ 25 വയസ്സ് വരെയാണ് കോൺസ്റ്റബിളിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. SIക്ക് ആണെങ്കിലോ 20 മുതൽ 25 വയസ്സ് വരെയാണ്. 20 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സാലറി സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിളിന് 26,000 മുതൽ 32,000 വരെയാണ് സാലറി സ്കെയിൽ. 26,000 മുതൽ 32,000 വരെയാണ് കോൺസ്റ്റബിളിന്റെ സാലറി സ്കെയിൽ വരുന്നത്. സബ് ഇൻസ്പെക്ടർ ആവുമ്പോഴോ 43,300 മുതൽ 52,030 വരെയാണ്. 43,300 മുതൽ 52,030 വരെയാണ് സാലറി സ്കെയിൽ സബ് ഇൻസ്പെക്ടറിന് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ പ്രോസസ് ആണ്. സെലക്ഷൻ പ്രോസസ്സ് ഏതൊക്കെ ടെസ്റ്റുകളിലൂടെയാണെന്നാണ്. ആദ്യം വരുന്നത് റിട്ടേൺ ടെസ്റ്റ് ആണ്. റിട്ടേൺ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. CBT ആയിരിക്കും എക്സാമിനേഷൻ. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ്. ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് PET ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടാവും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നമ്മുടെ മെഷർമെന്റ്സ് ഒക്കെ നോക്കിയിട്ടുള്ളതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ടെസ്റ്റ് ആണ്. ലാസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ DV ആണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ലാസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സാമിനേഷന്റെ സ്കീം നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമിനേഷന് 3 പാർട്ടുകളാണുള്ളത്. ഫസ്റ്റ് പാർട്ട് വരുന്നത് അരിത്തമെറ്റിക് ആണ്. അരിത്തമെറ്റിക് ആണ് ആദ്യത്തെ പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ജനറൽ അവയർനെസ്. മൂന്നാമത്തെ പാർട്ട് ജനറൽ അവയർനെസ് ആണ്. 3 പാർട്ടുകളിൽ വരുന്നുണ്ട്. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കുകയാണെങ്കിൽ അരിത്തമാറ്റിക്കിൽ 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ജനറൽ ഇന്റലിജൻസിന് 35 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ജനറൽ അവയർനെസ്സിന് 50 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ജനറൽ അവയർനെസ്സിന് 50 ക്വസ്റ്റ്യൻസ്, ജനറൽ ഇന്റലിജൻസിന് 35, അരിത്തമാറ്റിക്കിന് 35. ടോട്ടൽ 120 ആണ്. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് 120 മാർക്കാണ് നമുക്ക് വരുന്നത്. 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ് ആണ് എക്സാമിനേഷൻ ഡ്യൂറേഷൻ വരുന്നത്. 90 മിനിറ്റ്സ് ആണ് എക്സാമിനേഷൻ ഡ്യൂറേഷൻ നമുക്ക് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. കോൺസ്റ്റബിളിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ആ ടെസ്റ്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ്. കോൺസ്റ്റബിൾ മെയിലിനാണെങ്കിൽ 1600 മീറ്റർ റണ്ണിങ് ആണ്. 1600 മീറ്റർ റണ്ണിങ് ആണ് വരുന്നത്. അത് 5 മിനിറ്റും 45 സെക്കൻഡും ആണ് ടൈം വരുന്നത്. 5 മിനിറ്റ് അതുപോലെ തന്നെ 45 സെക്കൻഡ് ആണ്. നെക്സ്റ്റ് അവർക്ക് വരുന്നത് ലോങ് ജമ്പ് ആണ്. നെക്സ്റ്റ് അവർക്ക് വരുന്നത് ലോങ് ജമ്പ് ആണ്. 14 ഫീറ്റ് ആണ്. ലോങ് ജമ്പ് 14 ഫീറ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഹൈ ജമ്പ് ആണ് 4 ഫീറ്റ്. 4 ഫീറ്റ് ആണ് ഹൈ ജമ്പിൽ അവർക്ക് വരുന്നത്. കോൺസ്റ്റബിൾ ഫീമെയിൽസിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് 1600 മീറ്ററിന് പകരം 800 മീറ്റർ റണ്ണിങ് ആണ്. 800 മീറ്റർ റണ്ണിങ് ആണ് അവർക്ക് വരുന്നത്. 3 മിനിറ്റും 40 സെക്കൻഡുമാണ് അവരുടെ ടൈം. 3 മിനിറ്റും 40 സെക്കൻഡും കൊണ്ട് 800 മീറ്റർ കവർ ചെയ്യുക, അതാണ് അവർക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ. ലോങ് ജമ്പിൽ അവർക്ക് 9 ഫീറ്റും ഹൈ ജമ്പിൽ 3 ഫീറ്റുമാണ്. ലോങ് ജമ്പിൽ 9 ഫീറ്റും അതുപോലെ തന്നെ ഹൈ ജമ്പിൽ 3 ഫീറ്റുമാണ് ഫീമെയിൽസിന് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് SI പോസ്റ്റിലേക്കാണ്. SI പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അതിൽ മെയിൽസിന് 1600 മീറ്റർ റണ്ണിങ് തന്നെയാണ്. മെയിൽസിന് 1600 മീറ്റർ റണ്ണിങ് തന്നെയാണ്. 6 മിനിറ്റും 30 സെക്കൻഡും 6 മിനിറ്റും 30 സെക്കൻഡും ആണ് അവരുടെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലോങ് ജമ്പിന് 12 ഫീറ്റ്, ഹൈ ജമ്പിന് 3 ഫീറ്റും 9 ഇഞ്ചും. 3 ഫീറ്റും 9 ഇഞ്ചും ആണ് ഹൈ ജമ്പിന് വരുന്നത്. 12 ലോങ് ജമ്പിന് വരുന്നത് 14 ഫീറ്റ് ആണ്. SI ഫീമെയിൽസിന് വരുന്നത് 800 മീറ്റർ റണ്ണിങ് തന്നെയാണ്. ഫീമെയിൽസിന് 800 മീറ്റർ റണ്ണിങ് തന്നെയാണ് വരുന്നത്. 4 മിനിറ്റ് കൊണ്ട് 800 മീറ്റർ കവർ ചെയ്യണം. 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. ലോങ് ജമ്പ് 9 ഫീറ്റ് അതുപോലെ തന്നെ ഹൈ ജമ്പ് വരുന്നത് 3 ഫീറ്റ്. ലോങ് ജമ്പ് 9 ഫീറ്റ്, ഹൈ ജമ്പ് വരുന്നത് 3 ഫീറ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലെ മെഷർമെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറി അതുപോലെ തന്നെ OBC കാറ്റഗറിക്കുള്ള മെയിൽസിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 165 സെന്റിമീറ്റർ ആണ്. 165 സെന്റിമീറ്റർ ആണ്
മെയിൽസിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് എക്സ്പാൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 80 മുതൽ 85, 80 to 85 ആണ് മെയിൽസിന്റെ ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് അതുപോലെ തന്നെ OBCക്കും. ഹൈറ്റ് ഫീമെയിൽസിന്റെ ഹൈറ്റ് വരുന്നത് 157 സെന്റിമീറ്റർ ആണ്. 157 സെന്റിമീറ്റർ ആണ് ഫീമെയിൽസിന്റെ ഹൈറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ SC/ST കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ SC/ST കാറ്റഗറിയിൽ മെയിൽസിന് 160 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. 160 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. 76.2 മുതൽ 81.2 വരെ, 76.2 മുതൽ 81.2 വരെയാണ് അവരുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നത്. ഫീമെയിൽസിന്റെ ഹൈറ്റ് 152 സെന്റിമീറ്റർ ആണ്. 152 സെന്റിമീറ്റർ ആണ്. ഈ ടെസ്റ്റും പാസ്സാവുന്നവർക്ക് നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അടുത്ത പ്രോസസ് ആയിട്ട് വരുന്നത്. ഇത്രയൊക്കെയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ എക്സാമിനേഷൻ സ്കീം അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സും വരുന്നത്. ഓക്കെ, താങ്ക് യു.